ഞാനീ കുടിക്കുന്നത് എന്താണെന്നറിയോ? ഇതൊരു മാജിക്കൽ ഡ്രിങ്കാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വണ്ണം കുറയും, എൻ്റെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്, എൻ്റെ ബ്രെയിൻ ഫോഗൊക്കെ കുറഞ്ഞിട്ട് എനിക്ക് നല്ല ബുദ്ധി വരും, പിന്നെ എനിക്ക് ക്യാൻസർ വരാനുള്ള ചാൻസ് ഭയങ്കരമായിട്ട് കുറയുകയും ചെയ്യും. പിന്നെ ഇത് കുറച്ച് വിലയുണ്ട്, മാത്രമല്ല കഴിക്കാനാണെങ്കിൽ നല്ല കയ്പ്പാണ്. പക്ഷേ ഇത്രയൊക്കെ ഗുണം കിട്ടുവാണെങ്കിൽ കുറച്ച് പൈസ കൊടുത്താലോ അല്ലെങ്കിൽ കുറച്ച് കയ്പ്പ് സഹിച്ചാലോ എന്താ അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ കുടിക്കുന്നതെന്ന്. ഇത് നമ്മളിപ്പോഴത്തെ സെലിബ്രിറ്റി ഡ്രിങ്കാണ് ഗ്രീൻ ടീ. ഇപ്പോൾ എല്ലാവരും ഒരു ഹെൽത്തി ലൈഫിലേക്ക് പോകുമ്പോഴത്തേക്ക് ഫസ്റ്റ് ചെയ്യുന്നത് ഗ്രീൻ ടീ അവരുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാക്കുക എന്നുള്ളതാണ് അല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് വെറും ഹൈപ്പാണെങ്കിലോ? ഈ ഗ്രീൻ ടീ കുടിച്ചിട്ട് നമ്മളെ വണ്ണമൊന്നും കുറയുന്നില്ല, നമ്മുടെ ബ്രെയിനൊന്നും പ്രത്യേകിച്ചൊരു ഗുണം ഉണ്ടാകുന്നില്ല, ഹാർട്ടിൻ്റെ ഹെൽത്തിനും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ ഇത്രയും പൈസ കൊടുത്തിട്ട് ഇത്രയും കയ്പുള്ളൊരു സാധനം കുടിക്കുമ്പോൾ നമ്മൾ പറ്റിക്കപ്പെടുകയാണോ? അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ ഗ്രീൻ ടീയുടെ ഗുണങ്ങൾ, അതിനെക്കുറിച്ചുള്ള ലേറ്റസ്റ്റ് സ്റ്റഡീസ് എന്താണ്, ഇതൊരു ഹൈപ്പാണോ അതോ റിയലായിട്ടും ഗ്രീൻ ടീക്ക് ഇങ്ങനത്തെ ഗുണങ്ങളുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. ഈ ഗ്രീൻ ടീ എങ്ങനെയാണ് നമ്മൾ സാധാരണ കുടിക്കുന്ന ബ്ലാക്ക് ടീയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? അതതിൻ്റെ പ്രോസസ്സിലുള്ള വ്യത്യാസമാണ്. ഈ ഗ്രീൻ ടീ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അധികം പ്രോസസ്സ് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ അതിൽ ഹൈ എമൗണ്ട് ഓഫ് EGCG എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ട്. ഈ കോമ്പൗണ്ടാണ് ഗ്രീൻ ടീക്ക് ഇത്രയും പ്രത്യേകത ഉണ്ടെന്ന് ആൾക്കാർ അവകാശപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റഡീസിലോട്ട് പോകാം. ഈ സ്റ്റഡീസ് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് വെയിറ്റ് ലോസിൻ്റെ കാര്യം തന്നെ നോക്കാം. ഒരു സ്റ്റഡിയിൽ ഏകദേശം 12 ആഴ്ച ഗ്രീൻ ടീ കൊടുത്തപ്പോഴത്തേക്ക് വെയിറ്റ് 1.2 കിലോഗ്രാം കുറഞ്ഞതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് ഈ സ്റ്റഡിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തത് ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റാണ്, അതായത് ഗ്രീൻ ടീ ക്യാപ്സുലാക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിൽ കൊടുത്ത ഡോസ് എത്രയാണെന്ന് അറിയാം? 856.8 മില്ലിഗ്രാം EGCG. ഇനി നമ്മൾ കുടിക്കുന്ന ഒരു കപ്പ് ഗ്രീൻ ടീയിൽ എത്ര EGCG ഉണ്ടെന്നറിയോ? അത് നല്ല ഗുഡ് ക്വാളിറ്റി ആയിരിക്കണം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തായിരിക്കണം. അതിലുള്ളത് ഏകദേശം 50 മുതൽ 100 മില്ലിഗ്രാം EGCG ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഈ ഒരു റിസൾട്ട് 3 മാസം തുടർച്ചയായിട്ട് ഒരു ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ണം കുറയണമെങ്കിൽ, അതും 1.2 കിലോഗ്രാം കുറയണമെങ്കിൽ നമ്മൾ ഒരു ദിവസം 9 മുതൽ 17 കപ്പ് ഗ്രീൻ ടീ കുടിക്കണം. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മളെ റെക്കമെൻഡഡ് ഡോസ് എത്രയാണ്? 3 to 5 കപ്സ്. അതിൽ കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിനത് കേടാണ്. അപ്പം വെയിറ്റ് റിഡക്ഷൻ അല്ലെങ്കിൽ ഗ്രീൻ ടീ കുടിച്ചിട്ട് വെയിറ്റ് കുറയും എന്ന് പറയുന്നത് വെറുതെയാണ്. അത് ലാബോറട്ടറി കണ്ടീഷനിൽ ഹയർ ഡോസിൽ മാത്രമേ പോസിബിൾ ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരാം, ഞാൻ ഗ്രീൻ ടീ കുടിച്ചിട്ട് എൻ്റെ വണ്ണം കുറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഗ്രീൻ ടീ കുടിച്ച് വണ്ണം കുറഞ്ഞ കുറേ എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നാണ് ഈ ഗ്രീൻ ടീ കുടിക്കാൻ തുടങ്ങുന്നത്? നമ്മളൊരു ഐഡിയൽ ഡയറ്റിലേക്ക് മാറുമ്പോഴത്തേക്കല്ലേ? ആ സമയത്ത് നമ്മൾ നന്നായിട്ട് ഡയറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു സമയത്താണ് നമ്മൾ ഗ്രീൻ ടീയുടെ കൂടെ കുടിക്കുന്നത്. അപ്പോൾ അത് ഗ്രീൻ ടീയുടെ എഫക്റ്റ് അല്ല, നമ്മുടെ ഡയറ്റ് കൺട്രോളും നമ്മുടെ എക്സസൈസുമാണ്. അല്ലാതെ ഗ്രീൻ ടീ കുടിച്ചിട്ട് ആരുടെയും വെയിറ്റ് കുറയാൻ പോകുന്നില്ല. ഇനി അടുത്ത വലിയൊരു ഹൈപ്പാണ് ആൻറ്റി ഓക്സിഡൻസ്. ഗ്രീൻ ടീയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രത്യേകതകൾ. അതായത് നമ്മുടെ ഹാർട്ടിന് നല്ലതാണ്, ബ്രെയിൻ ഹെൽത്തിന് നല്ലതാണ്, ആൻറ്റി ഏജിങ് ആണ്, സ്കിന്നിലെ ചുളിവുകൾ മാറും. ഇതൊക്കെ അതിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? ശരിയാണ്, ഗ്രീൻ ടീയിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. പക്ഷേ എത്രമാത്രം? അല്ലെങ്കിൽ ഇത്രയും കയ്പുള്ള ഒരു ഗ്രീൻ ടീ കുടിച്ചിട്ട് നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് കിട്ടണോ? വേറെ സോഴ്സൊന്നുമില്ലേ? നമുക്കത് നോക്കാം. ഇനി നിങ്ങൾ ഈ സ്ക്രീനിലേക്ക് നോക്കിയേ, ഇതാണ് ORAC പവർ, അതായത് ഇതാണ് ആൻറ്റി ഓക്സിഡൻസിൻ്റെ പവർ എത്ര നടക്കുന്ന ഒരു യൂണിറ്റ്. എന്നാൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരു സാധനത്തിൽ എത്ര ആൻറ്റി ഓക്സിഡൻറ്റ് ഉണ്ടെന്നുള്ള കാര്യം അളക്കുന്നത്. നമുക്കത് ഗ്രീൻ ടീയിൽ എത്ര ഉണ്ടെന്ന് നോക്കാം. ഗ്രീൻ ടീ നമ്മളൊരു നല്ല ഗുഡ് ക്വാളിറ്റി ഗ്രീൻ ടീ എടുത്തു കഴിഞ്ഞാൽ ഒരു കപ്പ് 240 ml ഏകദേശം 3000-ഓളം ആൻറ്റി ഓക്സിഡൻറ്റ് സ്കോറുണ്ട്. എന്നാൽ നമ്മൾ നോക്കിയാൽ ഒരു ഹിബിസ്കസ് ടീയിൽ നോക്കിക്കഴിഞ്ഞാൽ 16,800 ഉണ്ട്, അതായത് ഏകദേശം അതിൻ്റെ ഒരു 5 അല്ലെങ്കിൽ 6 ഇരട്ടി ഉണ്ട്. ഇനി നമുക്ക് കിട്ടുന്ന നെല്ലിക്ക പൊടിച്ചത്, അത് ചെറിയൊരു സ്പൂൺ, അതായത് 3 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് 7,800, ഏകദേശം 2 മുതൽ 3 ഇരട്ടി ഗ്രീൻ ടീ ഒക്കെ ഉണ്ട്. ഇനി ചെറിയൊരു കപ്പിൽ ബ്ലൂബെറീസ് എടുത്തു കഴിഞ്ഞാൽ, അതായത് 150 ഗ്രാം ബ്ലൂബെറി തന്നെ ഏകദേശം 6,900 ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. സ്ട്രോബെറിയിലും ഏകദേശം അതുപോലെയുണ്ട്. ഇനി ഒരു ആപ്പിൾ, ഏകദേശം ഒരു ആപ്പിൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് 5,500 ഗ്രീൻ ടീയുടെ ഇരട്ടിയുണ്ട് അല്ലേ ഏകദേശം. ഇനി നമ്മൾ അനാർ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു ഹാഫ് കപ്പ്, അതായത് 100 ഗ്രാം പോലും വേണ്ട, ചെറിയൊരു എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ ഗ്രീൻ ടീ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ബ്രോക്കോളി ചെറിയൊരു പീസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അല്ലേ, 150 ഗ്രാം എന്ന് വെച്ചാൽ ചെറിയൊരു പീസായിരിക്കും, അത് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ഗ്രീൻ ടീ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ഓറഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഏകദേശം ഗ്രീൻ ടീയോളം അടുത്തുണ്ട്. ഇനി ഒരു ചെറിയൊരു പേരയ്ക്ക എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ഏകദേശം ഗ്രീൻ ടീയുടെ പകുതിയോളം ഉണ്ട്. ഇനി ചെറിയൊരു നെല്ലിക്ക എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൽ ഏകദേശം ഗ്രീൻ ടീയുടെ പകുതിയോളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇനി നിങ്ങൾ പറയൂ, ഈ ആൻറ്റി ഓക്സിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര കയ്പുള്ള അല്ലെങ്കിൽ ഇത്ര വിലയുള്ള ഈ ഗ്രീൻ ടീ കുടിക്കണോ, അതോ ഒരു ആപ്പിൾ കഴിക്കണോ, അല്ലെങ്കിൽ ഒരു ബ്രോക്കോളി കഴിക്കണോ, അല്ലെങ്കിൽ ചെറിയൊരു നെല്ലിക്ക എടുത്ത് കഴിക്കണോ എന്നുള്ള കാര്യം
ഇനി അടുത്തത് നമുക്ക് ഈ ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് ലിവർ പോകും, അല്ലെങ്കിൽ ഫാറ്റ് ലിവർ നല്ലതാണ്, ലിവർ ക്ലീൻ ആവും എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. അതിലെന്തുമാത്രം സത്യമുണ്ടെന്ന് നോക്കാം. അതിൽ കുറച്ച് സത്യമുണ്ട് കേട്ടോ. അത് ഏകദേശം ഒരു 12 വീക്ക് സ്റ്റഡി നടത്തിയപ്പോഴത്തേക്ക് ഈ ഫാറ്റ് ലിവറുള്ള ആൾക്കാരിൽ ഫാറ്റ് ലിവർ ചെറുതായിട്ട് കുറയുകയും അവരുടെ ലിവർ എൻസൈംസ് ALT എൻസൈം ചെറുതായിട്ട് കുറയുന്നതായിട്ടും കണ്ടു. അതായത് ഈ സ്റ്റഡിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫാറ്റ് ലിവർ ഉള്ള ഒരാളാണെങ്കിൽ അയാൾ ഒരു 3 to 4 months ഒരു 3 to 4 കപ്സ് ഡെയിലി നല്ല ഗുഡ് ക്വാളിറ്റി ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഫാറ്റ് ലിവർ ചെറിയൊരു വ്യത്യാസം വരും, ലിവർ എൻസൈംസും ചെറുതായിട്ട് കുറയും. ഇനി ഫാറ്റ് ലിവർ ഇല്ലാത്ത ഒരാളെന്ന് വെച്ചോ, ആൾ ഇനി ഫാറ്റ് ലിവർ വരരുത് എന്ന് വിചാരിച്ചിട്ട് ഡെയിലി കുറച്ച് ഗ്രീൻ ടീ കുടിക്കാം, ലിവർ നല്ലതാണെന്ന് പറഞ്ഞ് കുടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അവിടെ ചേഞ്ച് ഒന്നുമില്ല. അതായത് ഫാറ്റ് ലിവർ ഉള്ള ഒരാൾക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ ടീ വേണമെങ്കിൽ കുടിക്കാം, പക്ഷേ ഫാറ്റ് ലിവർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ ടീയെ കൊണ്ട് പറ്റില്ല. അതായത് ലിവർ ക്ലെൻസിങ് എന്ന് പറയുന്നൊരു അവകാശവാദം തെറ്റാണ്. ഇവിടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റുള്ള ക്യാപ്സ്യൂൾസ് അവൈലബിൾ ആണ്. ഇപ്പം ലിവറിന് നല്ലതാണ് അല്ലെങ്കിൽ ഫാറ്റ് ലിവറിന് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഈ എക്സ്ട്രാക്റ്റുള്ള ക്യാപ്സ്യൂൾസ്, ഹൈ ഡോസുള്ള ക്യാപ്സ്യൂൾസ് വാങ്ങി കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂട്ട് ലിവർ ഇഞ്ചുറിയാണ്. നമ്മളെ കരൾ അടിച്ചു പോകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റ് വാങ്ങുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക. കാരണം ആ പാക്കറ്റ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ എഴുതിയിരിക്കും ഓവർഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂട്ട് ലിവർ ഇഞ്ചുറി ഉണ്ടാക്കുന്നത്. അപ്പോൾ എത്രയാണ് ഒരു സേഫ് ലെവലായിട്ട് നമുക്ക് ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റ് വാങ്ങി കഴിക്കാൻ പറ്റുക? അത് 200 മുതൽ 300 മില്ലിഗ്രാം EGCG ആണ്. അതിൽ കൂടുതൽ സ്ഥിരമായിട്ട് കഴിക്കരുത്. നമ്മൾ ആ പാക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് എഴുതിയിരിക്കും 800 മില്ലിഗ്രാമിന് അപ്പുറം കഴിച്ച് കഴിഞ്ഞാൽ ഒരു അക്യൂട്ട് ലിവർ ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വിത്ത് കോഷാണ് കഴിക്കുക എന്ന് ഇതിൻ്റെ ഓരോ പാക്കറ്റിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഗ്രീൻ ടീ നല്ലതാണ് അല്ലെങ്കിൽ ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റ് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഒരു പരിധിക്കപ്പുറം കഴിച്ച് കഴിഞ്ഞാൽ ലിവർ അടിച്ചു പോകും. ഇനി ക്യാൻസർ പ്രിവെൻഷൻ. ഗ്രീൻ ടീയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ തള്ളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യും. പ്രത്യേകിച്ചും ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കുറയ്ക്കുമെന്ന് പറഞ്ഞാൽ പല ഇൻസ്റ്റാഗ്രാം റീൽസും അല്ലെങ്കിൽ പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാർ ഗ്രീൻ ടീ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഈ കയ്പുള്ള സാധനം ഇങ്ങനെ വലിയ അളവിൽ കുടിക്കാറുണ്ട്. എന്നാൽ അതിലെത്രമാത്രം സത്യമാണെന്നുള്ള കാര്യം നമുക്ക് നോക്കിയാലോ. ഈ മെഡിക്കൽ എവിഡൻസിൻ്റെയൊക്കെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നറിയപ്പെടുന്ന ക്രോക്കെയിൻ ഇതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തി. ഏകദേശം 145 സ്റ്റഡീസ് എടുത്ത് ഏകദേശം 11 ലക്ഷം ആൾക്കാർ സ്റ്റഡി നടത്തിയിട്ട് കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രീൻ ടീ കുടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റ് കഴിച്ചതുകൊണ്ടോ ക്യാൻസറിൽ പ്രത്യേകിച്ച് യാതൊരുവിധ ചേഞ്ച് ഉണ്ടാക്കില്ല. അതായത് ക്യാൻസർ പ്രിവെൻഷൻ ഒരിക്കലും ഇതെന്തെങ്കിലും ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി എത്ര ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാലും എത്ര നാൾ കുടിച്ചു കഴിഞ്ഞാലും അത് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാൻസറിനെ ക്യൂർ ചെയ്യാനോ എന്നുള്ളൊരു മരുന്നല്ല. ക്യാൻസറിൻ്റെ കാര്യത്തിൽ ഗ്രീൻ ടീക്ക് യാതൊരുവിധ എഫക്റ്റും ഇല്ല. മാത്രമല്ല അവർ ഇനി ക്യാൻസർ വന്ന ആൾക്കാരിലും സ്റ്റഡി നടത്തി. ക്യാൻസർ വന്ന ആൾക്കാരിൽ ഗ്രീൻ ടീക്ക് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ സ്റ്റഡി നടത്തി. അതും 5 ലക്ഷത്തോളം ആൾക്കാരിൽ സ്റ്റഡി നടത്തിയിട്ട് അവസാനം അതിലും എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ക്യാൻസർ വന്നിട്ടുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ക്യാൻസർ വന്നിട്ടുള്ള മരണങ്ങൾ പ്രിവെൻറ്റ് ചെയ്യുന്നതിലോ ഗ്രീൻ ടീക്ക് യാതൊരുവിധ റോളും ഇല്ല എന്നുള്ള കാര്യമാണ് അവർക്ക് ആ സ്റ്റഡീസിൽ നിന്ന് മനസ്സിലായത്. പിന്നെ ചില വീഡിയോയിൽ ചില ആൾക്കാർ ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാറുണ്ട്. ഈ ഗ്രീൻ ടീ കുറിച്ചുള്ള സ്റ്റഡീസിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറൊക്കെ 50% വരെ കുറയ്ക്കുമെന്ന സ്റ്റഡീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ സ്റ്റഡീസ് ഉണ്ട്. പക്ഷേ അത് എത്ര പേരിലാണ് നടത്തിയെന്നറിയോ? വെറും 200 പേരിൽ. അതായത് 11 ലക്ഷം പേരിൽ നടത്തിയിട്ട് യാതൊരു എഫക്റ്റും ഇല്ലെന്ന് കണ്ടുപിടിച്ച സാധനം 200 പേരിൽ നടത്തിയിട്ട് അതിന് എഫക്റ്റ് ഉണ്ടെന്നുള്ള അവകാശവാദം വെറും തെറ്റാണ്. അപ്പോൾ എന്താണ് റിയാലിറ്റി? ഗ്രീൻ ടീ കുടിച്ചെന്ന് വിചാരിച്ചിട്ട് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാൻസറിനെ ക്യൂർ ചെയ്യാനോ പറ്റില്ല. ഈ ഗ്രീൻ ടീയിൽ കുറച്ച് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ടേം എടുത്തിട്ട് നടത്തുന്നൊരു വെറും മാർക്കറ്റിംഗ് മാത്രമാണ് ഈ ക്യാൻസർ പ്രിവെൻഷൻ. അല്ലാതെ ഗ്രീൻ ടീ കുടിച്ചാൽ ഒരിക്കലും ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനോ ക്യൂർ ചെയ്യാനോ പറ്റില്ല. ഇനി നമുക്ക് അടുത്തത് ബ്രെയിൻ ഹെൽത്തിൻ്റെ കാര്യം നോക്കാം. ഈ ഗ്രീൻ ടീ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് എപ്പോഴും ഈ ഗ്രീൻ ടീ സ്ഥിരമായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ ഹെൽത്തിന് നല്ലതാണ്, അത് അൽഷൈമേഴ്സ് പോലുള്ള ഡിസീസ് കുറയ്ക്കും അല്ലെങ്കിൽ ബ്രെയിൻ ഫോഗിങ്ങൊക്കെ കുറയ്ക്കും എന്നാണ്. അതിലെന്താണ് സ്റ്റഡി നടത്തിയിട്ടുള്ളത് നമുക്ക് നോക്കിയാലോ. ശരിയാണ്. ജപ്പാനിൽ നടത്തിയ സ്റ്റഡീസിൽ സ്ഥിരമായിട്ട് ഗ്രീൻ ടീ കുടിക്കുന്ന ആൾക്കാരിൽ, കാരണം ജപ്പാനിൽ നമ്മളിവിടെ കട്ടൻ ചായ കുടിക്കുന്ന പോലെ അവരുടെ ഒരു കൾച്ചറിൻ്റെ പാർട്ടാണ് ഗ്രീൻ ടീ. അപ്പം ജപ്പാനിൽ നടത്തിയ സ്റ്റഡീസിൽ ഈ ഗ്രീൻ ടീ സ്ഥിരമായിട്ട് കുടിക്കുന്ന ആൾക്കാരിൽ മെമ്മറി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബ്രെയിൻ ഫോഗിങ്ങൊക്കെ ഒരു 40% വരെ കുറവാണ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രീൻ ടീയിലുള്ള L-തിയാനിൻ എന്ന് പറയുന്നൊരു ഘടകം ഇത് ബ്രെയിനിലെത്തുകയും ബ്രെയിൻ്റെ ആക്ടിവിറ്റീസിനെ കുറച്ചൊന്ന് കാമാക്കുകയും ചെയ്യും. അത് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഗ്രീൻ ടീ കുടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബ്രെയിൻ ഹെൽത്തിനത് നല്ലതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജപ്പാനിലുള്ള ആൾക്കാർ നടത്തിയ സ്റ്റഡീസാണ്. നമുക്കറിയാം ജപ്പാനിലെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഗ്രീൻ ടീ കുടിച്ചതുകൊണ്ട് മാത്രം അവരുടെ മെമ്മറി നന്നായെന്നോ അല്ലെങ്കിൽ ബ്രെയിൻ ഹെൽത്ത് നന്നായെന്നോ പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ലോകത്തിലെ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ട് ജീവിത രീതി കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ജപ്പാൻകാർ. നന്നായിട്ട് ഉറങ്ങും, വളരെ കുറച്ച് ആഹാരം കഴിക്കുകയുള്ളൂ. ആഹാരം തന്നെ വളരെ ഹെൽത്തി ആയിട്ടാണ് അവർ കഴിക്കുന്നത്. അവർ പലപ്പോഴും എക്സസൈസൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ വളരെ ആക്റ്റീവായിട്ടാണ് ബ്രെയിൻ്റെ കാര്യത്തിലായാലൊക്കെ വളരെ എപ്പോഴും നല്ല ഒരു വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്.
അപ്പം ഗ്രീൻ ടീ കുടിച്ചതുകൊണ്ട് മാത്രമാണ് അവരുടെ ബ്രെയിനിൽ ഇത്രമാത്രം ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ബാക്കി ഘടകങ്ങളെയും കൂടി നമ്മൾ നോക്കണം. അതായത് അവരുടെ ഒരു ഹെൽത്തിയായ ലൈഫ് സ്റ്റൈലിൻ്റെ കൂടെ ഒരു ഗ്രീൻ ടീയുടെ കൂടുമ്പോഴത്തേക്കാണ് അവർക്ക് ഈ ഒരു മെച്ചമൊക്കെ ഉള്ളത്. അതിൻ്റെ ക്രെഡിറ്റ് ഗ്രീൻ ടീക്ക് മാത്രമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അല്ലേ? ഇനി സ്കിൻ ഹെൽത്ത് ആൻഡ് ആൻറ്റി ഏജിങ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ, പ്രത്യേകിച്ച് ഒരു 30s കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ ഇത്ര കയ്പുള്ള ഈ സാധനം ഇത്രയും വില കൊടുത്ത് വാങ്ങി കുടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറും, അല്ലെങ്കിൽ ഏജിങ് പ്രിവെൻറ്റ് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ടാണ്, അല്ലേ? ഇനി എന്താണ് അതിൻ്റെ സത്യം? ആ സ്റ്റഡീസ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? ശരിയാണ്, സ്കിന്നിൽ ഗ്രീൻ ടീയുടെ എഫക്റ്റിനെ കുറിച്ചുള്ള നടത്തിയ സ്റ്റഡീസിൽ പല പ്രോമിസിംഗ് ആയിട്ടുള്ള റിസൾട്ട്സും ഉണ്ട്. പക്ഷേ അത് ഗ്രീൻ ടീ കുടിച്ചിട്ടല്ല എന്ന് മാത്രം. അതായത് നമുക്ക് ഗ്രീൻ ടീ 2 രീതിയിൽ സ്കിന്നിൽ ഉപയോഗിക്കാം. ഒന്ന്, അത് ക്രീം ആക്കിയിട്ട് അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്ത് ക്രീം ആക്കിയിട്ട് ലോക്കൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കുടിക്കുകയും ചെയ്യാം. പക്ഷേ പല ക്ലിനിക്കൽ ട്രയൽസിലും ഇത് എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് ലോക്കലി അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് സ്കിന്നിൽ അതിൻ്റെ ചുളികളൊക്കെ മാറുകയും അല്ലെങ്കിൽ സ്കിന്നിൽ കുറച്ചുകൂടെ ഹെൽത്തി ആവുകയും ചെയ്തു. പക്ഷേ ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാൽ അത് സ്കിന്നിൽ യാതൊരുവിധ എഫക്റ്റും ഉണ്ടാക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്കിൻ ഹെൽത്ത് വേണമെങ്കിൽ നിങ്ങൾ ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റ് ഉള്ള ക്രീമുകൾ വാങ്ങിയിട്ട് തേച്ച് കഴിഞ്ഞാൽ അതിൽ എഫക്റ്റ് ഉണ്ട്. പക്ഷേ ഗ്രീൻ ടീ കുടിച്ചു എന്ന് വിചാരിച്ചിട്ട് സ്കിന്നിൽ ഒരു വ്യത്യാസവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി നമുക്ക് ഹാർട്ട് ഹെൽത്തിന് ഈ ഗ്രീൻ ടീ എത്രമാത്രം സഹായകരമാണെന്നുള്ള സ്റ്റഡീസ് നോക്കിയാലോ? ഈ സ്റ്റഡിയും ജപ്പാനിലാണ് നടന്നത്. ഏകദേശം 50,000-ഓളം പേരെ 11 വർഷം നിരീക്ഷിച്ച് നടത്തിയ ഒരു വലിയ സ്റ്റഡീസാണ്, ലാർജ് സ്റ്റഡിയാണ്. ടോപ്പ് മെഡിക്കൽ ജേർണലായ ജാമയിലൊക്കെ പ്രസിദ്ധീകരിച്ചുള്ള സ്റ്റഡിയാണ്. അതായത് ദിവസവും 3 മുതൽ 5 കപ്പ് വരെ ഗ്രീൻ ടീ കുടിക്കുന്ന ആൾക്കാരിൽ, പ്രത്യേകിച്ചും സ്ത്രീകളിൽ ഹാർട്ട് ഡിസീസിൻ്റെ ചാൻസ് കുറവാണെന്ന് കണ്ടെത്തി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇത് ജപ്പാനിലെ സ്റ്റഡിയാണ്. ജപ്പാനിലെ ആൾക്കാർ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവർ നല്ലൊരു ഹെൽത്തി ഫുഡ് എടുക്കുന്ന ആൾക്കാരാണ്, എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണ്, വെജിറ്റബിൾസ് ധാരാളം കഴിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഈ ഗ്രീൻ ടീ കുടിച്ചിട്ട് മാത്രമാണ് അവരുടെ ഈ ഒരു ഹാർട്ട് ഹെൽത്തിന് ഉണ്ടായത് നമുക്കൊരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഹാർട്ട് ഹെൽത്തിന് ഗ്രീൻ ടീ ഹെൽപ്ഫുള്ളാണ്. ഇത്ര നേരം നമ്മൾ ഗ്രീൻ ടീ സ്ഥിരമായിട്ട് കുടിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്, അല്ലേ? ഇനി ഗ്രീൻ ടീ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അപകട സാധ്യതയുണ്ടോ? ഉണ്ട്. ഇത് പലപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്ന്, അയൺ അബ്സോർപ്ഷൻ. നമ്മുടെ ശരീരത്തിന് അയൺ കിട്ടുന്നത് 3 രീതിയിലാണ്. ഒന്ന്, നോൺ ഹീം അയൺ, അതായത് പ്ലാന്റ് സോഴ്സിൽ നിന്ന് കിട്ടുന്നത്, നമ്മുടെ ചീരയൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്നത്. 2, ഹീം അയൺ, അതായത് റെഡ് മീറ്റ് കഴിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഓർഗൻ മീറ്റ് കഴിക്കുമ്പോൾ കിട്ടുന്നത്. ഇനി അടുത്തത് സപ്ലിമെൻറ്റിൽ കൂടെ അയൺ കുറവുള്ള ആൾക്കാരിൽ നമ്മൾ അയൺ സപ്ലിമെൻറ്റ് കൊടുക്കാറുണ്ടല്ലേ. ഇതിൽ എന്താണ് ഗ്രീൻ ടീയുടെ എഫക്റ്റ് നമുക്ക് നോക്കാം. ഒന്ന്, നോൺ ഹീം അയൺ, അതായത് പ്ലാന്റ് സോഴ്സ്, എന്തെങ്കിലും ചീരയോ അല്ലെങ്കിൽ പച്ചക്കറികൾ എന്തെങ്കിലും അയൺ കിട്ടാൻ വേണ്ടി കഴിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഡോക്ടർ ഇങ്ങനെ പച്ചക്കറി കൂടുതൽ കഴിക്കണം എന്ന് അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാർ അതിനോടൊപ്പം ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അബ്സോർപ്ഷൻ ഭയങ്കരമായിട്ട് കുറയ്ക്കും. അതുകൊണ്ട് നമ്മൾ പച്ചക്കറികൾ കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ അനീമിയുള്ള ആൾക്കാർ അതിൻ്റെ കൂട്ടത്തിൽ ഗ്രീൻ ടീ ഒരിക്കലും കുടിക്കരുത്. അത് ഏകദേശം 1-2 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമേ ഗ്രീൻ ടീ കുടിക്കാവുള്ളൂ. ഇനി നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇറച്ചി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, കാരണം അത് ഹീം അയണാണ്, അതിൽ ഗ്രീൻ ടീക്ക് റോളൊന്നുമില്ല. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അയൺ സപ്ലിമെൻറ്റ് കഴിക്കുന്ന ആൾക്കാർ, അത് നോൺ ഹീം അയണാണ്. അപ്പം അയൺ സപ്ലിമെൻറ്റ് കഴിക്കുന്ന ആൾക്കാർ ഒരിക്കലും അയൺ സപ്ലിമെൻറ്റ് കഴിച്ചിട്ട് 1-2 മണിക്കൂറിനകം ഗ്രീൻ ടീ കുടിക്കരുത്. ഒന്നാമതേ ഈ അയൺ നമ്മുടെ ശരീരത്തെ അബ്സോർബ് ചെയ്യുന്നത് വളരെ കുറവാണ്. അതിൻ്റെ കൂടെ ഗ്രീൻ ടീ കൂടെ കുടിച്ചു കഴിഞ്ഞാൽ ഒട്ടും അബ്സോർബ് ചെയ്യില്ല. അതുകൊണ്ട് സപ്ലിമെൻറ്റ് കഴിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ വെജിറ്റേറിയൻസ് നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് കാൽഷ്യം സപ്ലിമെൻറ്റ് കഴിക്കുന്ന ആൾക്കാരും, അതും ഈ ഗ്രീൻ ടീയുടെ ഒപ്പം കഴിക്കാതിരിക്കുക. ഇനി അടുത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസിഡിറ്റി ഉണ്ടാക്കും. ഈ പലപ്പോഴും ഗ്രീൻ ടീ കുടിക്കുന്നത് എംപ്റ്റി സ്റ്റൊമക്കിലാണ്. അങ്ങനെ വെറും വയറ്റിൽ ഈ അസിഡിക്കായിട്ടുള്ള ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് നമുക്ക് എന്തെങ്കിലും അസിഡിറ്റി ഉണ്ടെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യാൻ കാരണമാണ്. ഇനി അടുത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രീൻ ടീ നമ്മൾ എപ്പോഴും കുടിക്കുന്നത് നല്ല ചൂടോടുകൂടിയാണ്. അങ്ങനെ ഈ ചൂടോടുകൂടി സ്ഥിരമായിട്ട് ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ അന്നനാളത്തിൽ അല്ലെങ്കിൽ ഈസോഫഗിൽ ക്യാൻസർ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നല്ല ചൂടോടെ ഗ്രീൻ ടീ കുടിക്കാതിരിക്കുക. ഇനി അടുത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നമാണ്. ഇതുപോലത്തുള്ള ടീ ബാഗിൽ നിന്ന് ധാരാളമായിട്ട് മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ടാവാറുണ്ട്. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ടീ ബാഗ് ഇടും, അല്ലെങ്കിൽ ചിലർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ടീ ബാഗ് ഇട്ട് തന്നെ വെള്ളം തിളപ്പിക്കും. അതിൽ നിന്ന് ധാരാളം മൈക്രോ പ്ലാസ്റ്റിക്, നമുക്കറിയാം ഇന്ന് മൈക്രോ പ്ലാസ്റ്റിക് കൊണ്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഇത് ഇഷ്ടംപോലെ മൈക്രോ പ്ലാസ്റ്റിക് നമ്മൾ ഈ ഗ്രീൻ ടീയിലേക്ക് വരും. അതിൻ്റെ കണക്ക് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഏകദേശം ഒരു ടീ ബാഗിൽ നിന്ന് 11.6 ബില്യൺ മൈക്രോ പ്ലാസ്റ്റിക്കാണ് കപ്പിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം 4-5 കപ്പ് കുടിക്കുമ്പോഴത്തേക്ക് എത്ര അധികം മൈക്രോ പ്ലാസ്റ്റിക്കാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതെന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുക. അപ്പം ഗ്രീൻ ടീ കുടിക്കുമ്പോഴത്തേക്ക് ടീ ബാഗ്സ് എപ്പോഴും ഒഴിവാക്കുക. അപ്പോൾ എൻ്റെ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. ഗ്രീൻ ടീ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്നത് പോലെ ഒരു അത്ഭുത ഗുണമുള്ള ഡ്രിങ്കൊന്നുമല്ല, അത് മാക്സിമം ഹൈപ്പാണ്. എന്തുകൊണ്ടാണ് ഈ ഹൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേയില കമ്പനികൾക്ക് ഗ്രീൻ ടീ വിറ്റ് കഴിഞ്ഞാൽ അത് നമ്മൾ സാധാരണ ബ്ലാക്ക് ടീ കെട്ടി ഇരട്ടി പൈസയ്ക്ക് അല്ലെങ്കിൽ 3 ഇരട്ടി പൈസയ്ക്ക് വിൽക്കുകയും ചെയ്യാം.
മാത്രമല്ല അതിൻ്റെ പ്രോസസ്സിങ് ചാർജ് ഭയങ്കരമായിട്ട് കുറവാണ്. കാരണം ഇതിനകത്ത് അധികം പ്രോസസ്സ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഉൽപ്പാദന ചിലവ് വളരെ കുറവാണ്. എന്നാൽ ഒരു 3-4 ഇരട്ടി വിലയ്ക്ക് വിൽക്കുകയും ചെയ്യാം. അതുകൊണ്ടുള്ള ഹൈപ്പ് മാത്രമാണിത്. ഇനി നിങ്ങൾക്ക് ഗ്രീൻ ടീ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ദോഷമൊന്നുമില്ല. ബട്ട് ഈ പറയുന്ന രീതിയിലെ വെയിറ്റ് റിഡക്ഷനോ ക്യാൻസർ പ്രിവെൻഷനോ അങ്ങനെയുള്ള ഗുണങ്ങളൊന്നും അതിൽ നിന്ന് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച് ഇത്രയും കയ്പുള്ളൊരു സാധനം വലിയ വില കൊടുത്ത് വാങ്ങണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഗ്രീൻ ടീയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ആഴ്ച നല്ലൊരു ഹെൽത്തി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.